ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് വളരെ പുണ്യമുള്ള 4 ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഈ 4 ആയത്തുകൾ നാം മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി 70,000 മലക്കുകളെ ഇന്നാലിന്ന ആൾക്ക് അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ 70,000 മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ 4 ആയത്തുകൾ. മാത്രവുമല്ല, ഇനി നാം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഷഹീദിന്റെ ആ ഒരു പദവി, ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് മരിക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കപ്പെട്ട വളരെ പുണ്യമുള്ള സൂറത്തുൽ ഹശറിലെ അവസാനത്തെ 3 ആയത്തുകൾ, ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആ 3 ആയത്തുകളുടെ പുണ്യമാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. സുനനു തുർമുദിയിലടക്കം ധാരാളം സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത വളരെ പുണ്യമുള്ള ഹദീസാണ്. അൻ മഅഖൽ ഇബ്നു യസാരിൻ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മർറാത്തിൻ അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം وقرأ 3 آيات من آخر سورة الحشر وكل الله به 70,000 ملك يصلون عليه حتى يمسي وإن مات في ذلك اليوم مات شهيدا ومن قالها حين يمسي കാന ബിതിൽക്കൽ മൻസില. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ പ്രഭാത സമയത്ത് സുബഹിയുടെ സമയത്ത് 3 വട്ടം സലാസ മർറാത്ത് 3 വട്ടം പറയണം, അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. നാം സാധാരണയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാറുണ്ടല്ലോ, അതിന് പുറമെ 1-2 ലഫ്ലുകൾ കൂടെ അധികമുണ്ട്. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 വട്ടം പറയുക. അതിനുശേഷം സൂറത്തുൽ ഹശറിലെ അവസാനത്തെ 3 ആയത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഉള്ള നേട്ടമാണ്, മഹത്വമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായി അവനക്ക് 70,000 മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഈ 4 ആയത്തുകൾ പാരായണം ചെയ്ത ആൾക്ക് വേണ്ടി യുസല്ലൂന അലൈഹി, അവനക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇസ്തിഗ്ഫാറുകൾ പൊറുക്കലിനെ തേടാനൊക്കെ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുക്കും. ഇവർ ഈ പ്രവൃത്തി എത്ര സമയം വരെയാണ് ചെയ്യുന്നത്? ഹത്താ യുംസി, വൈകുന്നേര സമയം വരെ. രാവിലെ സമയത്ത് ചൊല്ലുന്ന ഒരാൾക്ക് മലക്കുകൾ ഇങ്ങനെ വൈകുന്നേര സമയം വരെ ഇസ്തിഗ്ഫാർ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ. നാം ഒരുപക്ഷെ കിടന്ന് ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ നാം മറ്റ് ആക്ടിവിറ്റീസിലായിരിക്കും, അപ്പോഴും മലക്കുകൾ പക്ഷേ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാറുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മാത്രവുമല്ല, മറ്റൊരു മഹത്വം പറയുന്നു, വൈൻ മാത ഫീ ദാലിക്കൽ യൗം മാത ഷഹീദ, അവൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത ഷഹീദ, ഷഹീദിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടായിരിക്കും അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിപ്പോ പ്രഭാതത്തിലെ കാര്യമാണ് പറഞ്ഞത്. രാവിലെ സമയത്ത് ഓതിയാൽ മഗ്രിബിന്റെ സമയം വരെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഇനി അതേ സമയത്ത് മഗ്രിബിന്റെ സമയത്താണ് ഒരാൾ പാരായണം ചെയ്യുന്നതെങ്കിലോ ഹത്താ യുസ്ബിഹ, സുബഹിയുടെ സമയം വരെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നാം ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് മലക്കുകൾ. ആ ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇത്രമാത്രം മഹത്വമുള്ള ഈ സൂറത്തോതാൻ, പ്രത്യേകിച്ച് സുബഹി സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ജോലിയും ഇല്ലാത്തൊരു സമയമാണ് സുബഹി സമയം എന്ന് പറഞ്ഞാൽ. ഉണർന്നിരുന്നാൽ മാത്രം മതി. കൃത്യമായി നാം സുബഹി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് മറ്റുള്ള ഔറാദുകൾ അദ്കാറുകളൊക്കെ ചൊല്ലിയതിനു ശേഷം ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്തായ ആയത്തുകളാണ് ഈ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ രൂപം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. أعوذ بالله السميع العليم من الشيطان الرجيم. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون
വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് നാം ഈ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുകളൊക്കെ പ്രാവർത്തികമാക്കുകയും ഇതിൻ്റെയൊക്കെ ബറക്കാത്തുകൾ, ഇതിൻ്റെയൊക്കെ ഖൈറാത്തുകൾ, ഇതിൻ്റെയൊക്കെ നേട്ടങ്ങൾ നമ്മുടെ മക്കൾ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി കാണാം. കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.